നമസ്കാരം രക്ഷിതാക്കളെ, കൂട്ടുകാരെ. പുഷ്പ 1 ദ റൈസ് എന്ന സിനിമയിലെ സ്കിൽസുകളെ കുറിച്ചുള്ള നിരൂപണമാണ് നാം ഇന്നിവിടെ സംസാരിക്കുന്നത്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, സിനിമ എന്നത് ഒരു എന്റർടൈനറാണ്. പ്രേക്ഷകരെ സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ ത്രില്ലടിപ്പിച്ച് ലാഭം കൊയ്യാൻ അതിൻ്റെ അണിയറ പ്രവർത്തകർ ചെയ്തിട്ടുള്ള പ്രവൃത്തിയെ ഇവിടെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. നമുക്ക് ആ സിനിമയിൽ നിന്നെടുക്കാവുന്ന പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മക്കൾക്കും അല്ലെങ്കിൽ പരിചയത്തിലുള്ള കുട്ടികൾക്കും ഇതൊന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലോ. സാമ്പത്തികപരമായും സാമൂഹികമായും വളരെ താഴ്ത്തട്ടിൽ ജീവിച്ചിരുന്നൊരു യുവാവ് സ്വപ്രയത്നത്തിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ഉയർച്ചയും നേട്ടങ്ങളും കൈവരിക്കുന്നതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. മുൻപേ പറഞ്ഞ പോലെ അയാൾ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു കാരണത്തിലും ന്യായീകരിക്കുന്നില്ല. എൻ്റെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള അധാർമിക നിയമവിരുദ്ധ പ്രവൃത്തികളിലേക്ക് ഒരിക്കലും കടക്കരുത്. അതൊരു പക്ഷേ നിങ്ങളുടെ ഭാവി പ്രശ്നത്തിലാക്കും. ഈ സിനിമയിലെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തുടക്ക സീനുകളിൽ ഒരു ജോലി സ്ഥലത്ത് നിന്നും നായകനെ പുറത്താക്കുന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത്. തൊഴിലുടമയെ മറ്റെല്ലാവരും താണുവാണ് നടക്കുമ്പോൾ പുഷ്പ മാത്രം കസേരയിലിരിക്കുന്നത് കണ്ട തൊഴിലുടമ അയാളെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് അയാൾ തന്നെ ആ ജോലി വേണ്ടെന്ന് വെക്കുന്നു. ചില ജോലികളിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും തുടരുന്ന അടിമത്ത മനോഭാവമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ സ്വന്തം തീരുമാനങ്ങൾ പ്രകടിപ്പിച്ച പുഷ്പയ്ക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സ്വമനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. പക്ഷേ അതിനുശേഷം വരുന്ന കാര്യങ്ങൾ ഫേസ് ചെയ്യാനും അംഗീകരിക്കാനും നാം തയ്യാറാകുക കൂടെ വേണം. അടുത്തൊരു കാര്യം, കൂടുതൽ പേരും റിസ്ക് കുറഞ്ഞ ലാഭം കുറഞ്ഞ വഴികളിലേക്ക് പോകുമ്പോൾ നമ്മുടെ നായകൻ ലാഭം അല്ലെങ്കിൽ വരുമാനം കൂടിയ റിസ്ക് കൂടിയ വഴി തിരഞ്ഞെടുക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് റിസ്ക് ഡിസൈഡ്സ് പ്രോഫിറ്റ് എന്നാണ്. കൂടുതൽ റിസ്ക് ഉണ്ടെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് വേണമെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ റിസ്ക് എടുത്തേ മതിയാകും. ആ വഴി തിരഞ്ഞെടുക്കുന്ന നായകന് പിന്നീട് അങ്ങോട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത് തുടരെ പ്രശ്നങ്ങളാണ്. എങ്കിലും വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന നമ്മുടെ നായകൻ ആ പ്രശ്നങ്ങളെയെല്ലാം സാധ്യതകളാക്കി മാറ്റുന്നു. എ പ്രോബ്ലം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാറില്ലേ? പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നായകൻ, പോലീസ് സ്റ്റേഷനിൽ പീഡനം സഹിക്കേണ്ടി വന്ന നായകൻ, എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് വിഷമിച്ചിരിക്കുകയല്ല ചെയ്തത്. ആ സാഹചര്യത്തെ വളരെ പോസിറ്റീവായാണ് കണ്ടത്. അതുമാത്രമല്ല, ആ ഓപ്പർച്യൂണിറ്റിയെ മുതലെടുത്ത് അയാൾ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാനുള്ള ചവിട്ടുപടികൾ ഉണ്ടാക്കി. ഒരു മനുഷ്യജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളും എങ്ങനെ ഈ പ്രശ്നങ്ങളെ സാധ്യതകളാക്കാം എന്ന ചിന്താഗതികളുമാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ചിത്രം. ഈ ചിത്രത്തിൽ ചിലയിടങ്ങളിൽ നായക കഥാപാത്രത്തിനെ മെന്റൽ ടോർച്ചറിങ് നടത്തുന്നുണ്ട്. പക്ഷേ നായക കഥാപാത്രം ആ സാഹചര്യങ്ങളെ എതിർക്കാതെ സ്വന്തം കർമ്മം കൊണ്ട് മറുപടി കൊടുക്കുന്നത് കാണാം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല സാഹചര്യങ്ങളും വരാം. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ഇതുപോലെ എനിക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമോ? അതോ ആ സാഹചര്യങ്ങളോട് സമരസപ്പെടുന്നോ, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് മുന്നേറാൻ നിൽക്കുമോ? പുഷ്പ ഒരു ഫൈറ്ററാണ്. അയാൾ തിരഞ്ഞെടുത്ത വഴികൾ ഒരുപക്ഷെ മോശമാണെങ്കിലും ജീവിതത്തിൽ അയാൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവാണ്. പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന സിനിമയിൽ ഓരോ ഘട്ടങ്ങളിലും പുഷ്പയുടെ വളർച്ചയും ഓരോ പ്രതിസന്ധിയും ധൈര്യപൂർവ്വം നേരിടുന്നതും അത് കറങ്ങിത്തിരിഞ്ഞ് അയാൾക്ക് അനുകൂലമായി വരുന്നതും കാണാം. പുഷ്പയുടെ സ്കിൽ സെറ്റുകളെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് പുഷ്പയുടെ കൂടെയുള്ള അയാളുടെ സുഹൃത്തിനെ കുറിച്ച്. പുഷ്പയ്ക്ക് ലീഡർഷിപ്പാണ് മെയിൻ ക്വാളിറ്റി എങ്കിൽ അയാളുടെ സുഹൃത്തിന് ഒരു ലീഡറെ എങ്ങനെയാണ് പിന്താങ്ങേണ്ടത് എന്നും ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് എന്നും വ്യക്തമായി അറിയാം. സ്വന്തം കഴിവുകളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉള്ള പോലെ സ്വന്തം കഴിവുകുറവുകളെക്കുറിച്ചും ധാരണ ഉണ്ടാകുക എന്നത് ജീവിതത്തിൽ വളരെ പ്രാധാന്യമാണ്. ജീവിത വിജയം കൈവരിച്ചിട്ടുള്ള വ്യക്തികളെ നാം നോക്കുമ്പോൾ അവർ തീർച്ചയായും 2 ഗുണങ്ങൾ എപ്പോഴും ഫോളോ ചെയ്തിരിക്കും. ഒന്ന്, സ്വന്തം കഴിവുകൾ തിരിച്ചറിയുകയും അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത്. 2, മറ്റുള്ളവരെ നമ്മളോട് താരതമ്യം ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നത്. പുഷ്പ ഫ്ലവർ അല്ലടാ ഫയറാടാ എന്ന ഡയലോഗ് തീർച്ചയായും നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. പുഷ്പ 2-ൽ അതിജീവനത്തിൻ്റെ പുതിയ പാതകൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന്
നിങ്ങളൊന്ന് നിരീക്ഷിച്ച് ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ പ്രിയ കൊച്ചു കൂട്ടുകാരെ, ഈ സിനിമ നാം നിരൂപണം ചെയ്തതുപോലെ നാം മുന്നിൽ കാണുന്ന എല്ലാം നിങ്ങൾ നിരൂപണം ചെയ്യുക. അതായത് ഒബ്സർവ് ചെയ്യുക. അതിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയത് മാത്രം നമുക്ക് എടുക്കാം. ശരിയല്ല എന്ന് തോന്നുന്നത് വിട്ടുകളയാം. അതിനു മുമ്പ് എല്ലാവരും ജീവിതത്തിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുമല്ലോ. എൻ്റെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്